എല്ലാ തവണയും ആറ്റുകാൽ പൊങ്കാല തൂക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സ്വന്തം ചിപ്പി ചേച്ചി. പക്ഷെ ഈ തവണ ചിപ്പി ചേച്ചിയെ കടത്തി വെട്ടി വേറൊരാള് മുന്നിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉദ്ഘാടനം സൂപ്പർ സ്റ്റാർ അന്ന രാജ്. മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇത് എനിക്കറിയാൻ പാടില്ല, ഇത് എന്തുവാ ഇവിടെ നടക്കുന്നേന്ന്. സീരിയസ്ലി ഇത് പൊങ്കാലയ്ക്ക് തന്നെ ആണോ പോയത്? അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? ഇതിപ്പോ എന്റെ റീല് മൊത്തം ഇത് തന്നെ വരുന്നത്, ഈ സാധനം തന്നെ റീലായിട്ട് മൊത്തം വരുന്നത്. കേട്ട് ഞാൻ മടുത്തു. ചേച്ചി പൊങ്കാല എടുക്കാൻ തന്നെ ആണോ അങ്ങോട്ട് പോയത്, അതോ ഇനി ഉദ്ഘാടനത്തിന്റെ ആ ഒരു മൂഡ് പിടിച്ചങ്ങ് പോയതാണെന്ന് തോന്നുന്നു. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. അന്ന ചേച്ചി അത് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു അവരുമായിട്ട്. ഈ ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകുന്നു. ഇവരുടെ കൂടെ തന്നെയാണ് ഒരു 10-25 ഉമ്മരുടെ കൂടെ തന്നെ ആയിരുന്നു. എല്ലാവർക്കും എന്നെ മതി. നോക്കണം ക്യാമറയുടെ സൂം നോക്കിക്കോണേ. ഇപ്പൊ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സൂം ഉണ്ട്, കണ്ടോ സൂം. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുത്ത് തോണ്ടുമ്പോ ഇവരാണ് വരുന്നത്. പൊങ്കാല = അന്നാരാജൻ എന്നുള്ള രീതിയിലായിപ്പോയി. മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ് ഉപ്പിട്ടൊരു സോഡ നാരങ്ങ വെള്ളം കുടിച്ചില്ലേ?